നെക്സ്റ്റ് റീഡിംഗ് ലിറ്ററേച്ചർ 2-ൽ അപ്പോൾ പെയർ ഓഫ് മസ്റ്റാഷ്യോസ് ബൈ മുൾക്രാജ് ആനന്ദാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൾക്രാജ് ആനന്ദ് എന്നുള്ള റൈറ്ററിനെ കുറിച്ച് നമുക്ക് ആദ്യം അറിയണം. അദ്ദേഹം ഒരു ഫേമസ് ഇന്ത്യൻ റൈറ്ററാണ്, ഒരു നോവലിസ്റ്റാണ്. ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ആൻഡ് പേഷ്വാർ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ലാഹോർ, ലണ്ടൻ ആൻഡ് കേംബ്രിഡ്ജിൽ ആണ് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയത്. നോവൽസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽസ് എന്ന് പറയുന്നത് ദ അൺടച്ചബിൾ ഉണ്ട്, കൂലി, ദ സ്വോർഡ് ആൻഡ് ദ സിക്കിൾ, പിന്നെ പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് എക്സെട്ര. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറീസിലെല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള എ പെയർ ഓഫ് മസ്റ്റാഷ്യോസ് ബൈ മുൾക്രാജ് ആനന്ദ്. അപ്പോൾ പെയർ ഓഫ് മസ്റ്റാഷ്യോസ്, മസ്റ്റാഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മീശയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഹ്യൂമറസ് സെറ്റയറാണ്. നമ്മുടെ കൺട്രിയിലെ സോഷ്യൽ ഹൈറാർക്കി ഉണ്ടല്ലോ, അതായത് ഈ ഓരോ ഡിവിഷൻസ് ഉണ്ടല്ലോ, റിച്ച് പുവർ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ ആ ഡിവിഷൻസിനെ കുറിച്ച് മൊസ്റ്റാഷസിൻ്റെ, അതായത് നമ്മുടെ മീശയുടെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മീശാസ് ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഓരോ ആളുകൾ ഓരോ സ്റ്റൈലിലാണല്ലോ മീശ വെക്കുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മൊസ്റ്റാഷസ് വെച്ചിട്ട് ആ ഒരു മെറ്റഫറിൽ നമ്മുടെ സോഷ്യൽ ഹൈറാർക്കി, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഡിവിഷൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഹ്യൂമറസ് ആയിട്ട്. ഇപ്പോൾ നറേറ്റർ ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ് മസ്റ്റാഷ്യൂസ് അദ്ദേഹത്തിൻ്റെ കൺട്രിയിൽ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻ മാർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓരോ കൺട്രിയിലും ഓരോ ഡ്രസ്സാണെങ്കിലും ഓരോ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും പിന്നെന്താ പറയുക, അങ്ങനത്തുള്ള കാര്യങ്ങൾ അവരുടെ ആ കൺട്രിയിലെ ഫാഷൻ കൾച്ചറിലെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺട്രിയുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഈ മൊസ്റ്റാഷ്യോസ്, ഡിഫറെൻറ്റ് മൊസ്റ്റാഷ്യോസ് ഈ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, റിച്ച് ആണോ പുവർ ആണോ, അല്ലെങ്കിൽ ഏത് കാസ്റ്റാണ് ഏത് ക്ലാസ് ആണെന്നുള്ളത് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതെന്നാണ് അദ്ദേഹം ഈ പറയാൻ പോകുന്നത്. ഈച്ച് ക്ലാസ്, അതായത് ഈ നവാബ് തൊട്ട് മഹാരാജാസ് തൊട്ട് അല്ലെങ്കിൽ പെസൻറ്റ് വരെയുള്ള ആളുകൾക്ക് അവരുടെ മീശയ്ക്ക് ഓരോ സ്റ്റൈലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ സേത്ത് രാമാനന്ദ് എന്ന് പറഞ്ഞ ആൾ ഒരു റിച്ച് മണി ലെൻഡറാണ്. അയാൾ ഈ കൊമേഴ്ഷ്യൽ ക്ലാസ്സാണ്, എന്ന് വെച്ചാൽ നല്ല റിച്ച് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം അയാളുടെ മൊസ്റ്റാഷു ഒരു ടൈഗർ മൊസ്റ്റാഷിനെ പോലെയാണ് വളർത്തി വെച്ചേക്കുന്നത്. അത് ഈ നോബിൾ ക്ലാസ്സസ് ആണ് ഇവർ വളർത്തി വെച്ചേക്കുന്നത്. ആൻഡ് ഖാൻ അസം ഖാൻ എന്ന് പറഞ്ഞ ആൾ, അയാൾ വളരെ പ്രൗഡായിട്ടാണ് അയാളുടെ മീശ എന്ത് ചെയ്യുന്നേക്കുന്നത്, വെച്ചേക്കുന്നത്. പക്ഷേ അയാൾ പിന്നെന്താ പറയുക, ഒരു എന്താ പറയുക, ഖാൻ അസം ഖാൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരു കൈൻഡ് ഓഫ് അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അയാൾ കുറച്ച് ഇമ്പവറിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. അസം ഖാൻ എന്താണ്, ഡീപ്ലി ഒഫൻഡഡ് ആവുകയാണ് ബിക്കോസ് ആ ഒരു പിന്നെന്താ പറയുക, മീശ കാണുമ്പോൾ, രാമാനന്ദൻ്റെ മീശ കാണുമ്പോൾ. എന്നിട്ട് രാമാനന്ദുമായിട്ട് ഇയാൾ വഴക്കാവുന്നു. എന്നിട്ട് രാമാനന്ദൻ്റെ അടുത്ത് പറയുവാണ് കുറച്ചും കൂടി ഹമ്പിളായിട്ടുള്ള സ്റ്റൈലിൽ ഈ മൊസ്റ്റാഷിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുവാണ്. ഈ മണി ലെൻഡർ എന്ത് ചെയ്യാണ്, ഇനിഷ്യലി ഹ്യൂമറസ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താണ് പ്രശ്നമാണെന്ന് മനസ്സിലായി. മണി ലെൻഡർ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സേത്ത് രാമാനന്ദനെയാണ്. അപ്പോൾ സിറ്റുവേഷൻ കോമിക്കലി ഒരുപാട് എസ്കലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഖാൻ എന്ത് ചെയ്യുകയാണ്, പ്രഷ്യസ് ആയിട്ടുള്ള ഫാമിലി ഹെയർലൂംസ് വരെ ഓഫർ ചെയ്യുവാണ്. ആൻഡ് ഇയാളുടെ പൊസഷൻസ് വരെ ഓരോന്നും എന്താണ് രാമാനന്ദൻ്റെ മൊസ്റ്റാഷ് താഴോട്ടാക്കാൻ വേണ്ടി ഇയാൾ കുറേ കാര്യങ്ങൾ ചെയ്യുവാണ്. സ്റ്റോറി ഒരു ഐറോണിക് നോട്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീശയുടെ കാര്യത്തിലുള്ള അടിപിടി വെറും റിഡിക്കുലസ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാരഗ്രാഫ് 1 to 3 നോക്കാം. നറേറ്റർ മോക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻസ് എങ്ങനെയാണ് ഈ മൊസ്റ്റാഷിനെ വെച്ചിട്ട് ഒബ്സസ് ആയിട്ട്, അതായത് ഈ മൊസ്റ്റാഷ് വെച്ചിട്ട് ഒരാളുടെ മീശ വെച്ചിട്ട് ഒരാളുടെ സോഷ്യൽ ക്ലാസ് എങ്ങനെയാണ് നമ്മൾ സിഗ്നൽ ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റിനെ കളിയാക്കിക്കൊണ്ടാണ് നറേറ്റർ എഴുതി തുടങ്ങുന്നത്. അതായത് ഓരോ ക്ലാസ്സുകാർക്ക് ഓരോ ടൈപ്പ് മീശയാണുള്ളത്. ഫ്രം ലയൺ ടു ടൈഗർ അല്ലെങ്കിൽ ഗോട്ട് ആൻഡ് മൗസ്. അത് ഓരോരുത്തരുടെ കാസ്റ്റിനെ, ക്ലാസ്സിനെ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റേറ്റസിനെ വരെ മീശ സിഗ്നിഫൈ ചെയ്യുന്നു. ടൈഗർ മൊസ്റ്റാഷ് ഉണ്ട്, ലയൺ മൊസ്റ്റാഷ് ഉണ്ട്, ഗോട്ട് മൊസ്റ്റാഷ് ഉണ്ട്, ആട് താടി പോലെ നമ്മൾ പറയത്തില്ല, പിന്നെ മൗസിൻ്റെ മൊസ്റ്റാഷ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവൻ മേർഡേഴ്സിന് പോലും എന്താണ് മൊസ്റ്റാഷിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണിതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. ഈ പ്ലോട്ട് തുടങ്ങുന്നത് സേത്ത് രാമാനന്ദ് ഒരു മണി ലെൻഡർ, അയാളുടെ മൊസ്റ്റാഷ് ട്വിസ്റ്റ് ചെയ്ത് ഒരു നോബിൾ മാൻമാർ, അതായത് എങ്ങനെയാണോ റിച്ച് ആയിട്ടുള്ള അധികം നോബിളായിട്ടുള്ള ആളുകൾ മീശ വെക്കുന്നത് അതുപോലെ ഒരു ടൈഗർ മൊസ്റ്റാഷാണ് ഇയാൾ കൊണ്ട് നടക്കുന്നത്. ഇയാൾ കൊമേഴ്ഷ്യൽ ക്ലാസ് ആണ്. ആര്, നമ്മുടെ സേത്ത് രാമാനന്ദ്. മോസ്റ്റ് വില്ലേജേഴ്സ് ഇത് ഇഗ്നോർ ചെയ്യും. കാരണം എന്താണ്, അവരെല്ലാം ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇയാളെയാണ്. ഇയാളെ വെറുപ്പിക്കാനൊന്നും അവർ പോത്തില്ല. ആ സമയത്താണ് ഖാൻ അസം ഖാൻ എന്ന് വെച്ചാൽ ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഇമ്പവറിഷ്ഡ് നോബിൾ സീനിലോട്ട് വരുന്നത്. അയാൾക്ക് ഈ ഒരു ഇമിറ്റേഷൻ, അതായത് ഈ സേത്ത് രാമാനന്ദ് കൊമേഴ്ഷ്യൽ ക്ലാസ് ആണ്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ടൈഗറിൻ്റെ മൊസ്റ്റാഷ് വെക്കാനുള്ളൊരു അധികാരമില്ല.
അപ്പോൾ അയാളുടെ ക്ലാസ്സിനനുസരിച്ച് അയാൾ വേറെ രീതിയിലായിരിക്കണം മീശ വെക്കേണ്ടത്, സ്റ്റൈൽ ചെയ്ത് വെക്കേണ്ടത്. അപ്പം ഇത് കണ്ടപ്പം ഖാൻ അസം ഖാൻ എന്നുള്ള വളരെ പ്രൗഡായിട്ടുള്ളൊരു അവിടുത്തെ ഒരു നോബിൾ അയാൾ. പക്ഷേ ഇപ്പം അയാൾ ഭയങ്കര പൂറായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഉണ്ടെങ്കിലും ഈ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഓണർ ആൻഡ് പ്രൈഡൊക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് ഈ ഒരു ഇമിറ്റേഷൻ കണ്ടപ്പോൾ പേഴ്സണലി ഇൻസൾട്ടായിട്ട് തോന്നി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, നമ്മുടെ സേത് രാമാനന്ദിനെ കൺഫ്രണ്ട് ചെയ്തു. അതായത് പിന്നെ എന്താണ് ആംഗ്രി ആയിട്ട് ചെന്നിട്ട് നേരിട്ടു. അപ്പോൾ രാമാനന്ദ് എന്ത് ചെയ്യാണ്, മീശ പിരിച്ചു വെക്കരുതെന്ന് അല്ലെങ്കിൽ മീശയുടെ സ്റ്റൈൽ മാറ്റണമെന്നായിരിക്കും രാമാനന്ദിൻ്റെ അടുത്ത് പോയി പറഞ്ഞത്. അപ്പോൾ രാമാനന്ദ് എന്ത് ചെയ്തു, ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലെടുത്തിട്ട്, ഒരു കോമിക്കലായിട്ടുള്ള രീതിയിലെടുത്തിട്ട് ഒരു ടിപ്പ് ഓഫ് ദി മൊസ്റ്റാഷ് എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്തു ഖാനിനെ എന്ത് ചെയ്യാൻ വേണ്ടി, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി. ആൻഡ് ദെൻ ഹീ പ്രൊസീഡഡ് വിത്ത് ഹിസ് ബിസിനസ്. എന്നിട്ട് ഈ ഖാൻ അസം ഖാൻ എന്താണ്, ഇയാളുടെ വൈഫിൻ്റെ നോസ് റിങ് ഇയാൾക്ക് പണയം വെക്കാനായിട്ട് കൊടുത്തു. ഖാൻ നോട്ടീസ് ചെയ്തപ്പോൾ ഒരു ടിപ്പ് മാത്രം ലോ ചെയ്ത് വെച്ചേക്കുന്നു. ഇത് കണ്ടപ്പം അതായത് മീശയുടെ ഒരു ടിപ്പ് പൊക്കിയും ഒരു ടിപ്പ് താത്തിയും വെച്ചു. മീശയുടെ കാര്യം ഇയാൾ ചോദിക്കാൻ പോയപ്പോൾ ഇയാൾക്കതൊരു ഇൻസൾട്ടായിട്ട് തോന്നി. അയാൾക്ക് ദേഷ്യം കൂടി. അയാൾ എന്ത് ചെയ്തു, ഇൻസിസ്റ്റ് ചെയ്തു 2 ടിപ്പും എന്ത് ചെയ്യണം, ലോവറാക്കി വെക്കണം. കാരണം അയാൾ കൊമേഴ്ഷ്യൽ ക്ലാസ് മാത്രമാണ്, നോബിൾ ക്ലാസ് ഒന്നും അല്ലല്ലോ. രാമാനന്ദ് റെഫ്യൂസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഖാൻ കുറച്ചും കൂടി വാല്യുബിൾസ് പ്ലെഡ്ജ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന്, മീശ 2ഉം താക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുവിടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീശ താത്ത്, ഒരു സൈഡ് മീശയുടെ ഒരു സൈഡ് താത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ് താത്തിയത്, ഈ ഖാൻ അസം ഖാൻ എന്താണ് വൈഫിൻ്റെ മൂക്കൂത്തി പണയം വെക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഒരെണ്ണം താക്കാന്ന് ഇയാൾ പറഞ്ഞു. അതായത് മീശ താക്കാന്ന് പറഞ്ഞു. മൂക്കൂത്തി പണയം വെച്ചപ്പോൾ ഒരു സൈഡ് താത്തു. ഇനിയും സാധനങ്ങൾ ഇയാൾക്ക് പ്ലെഡ്ജ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ, സാധനങ്ങൾ ബിലോങ്ങിങ്സ്, ഖാൻ അസം ഖാൻ്റെ ബിലോങ്ങിങ്സ് ഈ സേത് രാമാനന്ദിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീശ മൊത്തത്തിൽ താക്കാന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാൻ എന്ത് ചെയ്തു, ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഫാമിലി നെക്ലസ് ഇയാൾക്ക് പ്ലെഡ്ജ് ചെയ്തു, മൊസ്റ്റാഷ് താഴോട്ടായി കാണാൻ വേണ്ടി. രാമാനന്ദ് എഗ്രി ചെയ്തു. 2nd ടിപ്പും താഴോട്ട് വെച്ചു. ഐറോണിക്കലി ഖാൻ പോയപ്പോൾ ഫസ്റ്റ് ടിപ്പ് വീണ്ടും ഇയാൾ മീശയുടെ ഒരു സൈഡ് വീണ്ടും ഇയാൾ പിരിച്ച് മേപ്പോട്ട് വെച്ചു. ഖാൻ ഇത് കണ്ട് ദേഷ്യമായി, അങ്ങനെ വയലൻ്റായി മാറി. രാമാനന്ദ് എന്ത് ചെയ്തു, ഈ ഇഷ്യൂ അങ്ങ് കളഞ്ഞു. പക്ഷേ ഖാൻ എന്താണ്, ഈ മൊസ്റ്റാഷിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇയാൾ ഭയങ്കര ഇതായിട്ട് വെച്ചിട്ട് എന്തായാലും 2 എണ്ണം താത്തേ പറ്റത്തോളം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായി. അവസാനം ഖാൻ എഗ്രി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും ഇയാളുടെ ഈ ഒരു പ്രൈഡിൻ്റെ പേരിൽ, അതായത് ഇയാൾക്ക് ഭയങ്കര അഭിമാനക്ഷതമായി പോയി. ഒരു കൊമേഴ്ഷ്യൽ ക്ലാസ്സിലൊരാൾ മീശ ഇങ്ങനെ പിരിച്ചു വെക്കാൻ കൊള്ളാമോ, അതും ടൈഗർ മൊസ്റ്റാഷ്, അങ്ങനെ ശരിയാൻ പാടില്ലെന്നും പറഞ്ഞിട്ടാണ് ഇയാൾ അവസാനം എന്ത് ചെയ്തു, ഇയാളുടെ കയ്യിലുള്ള എല്ലാ ബിലോങ്ങിങ്സും ഇയാൾക്കങ്ങ് പ്ലെഡ്ജ് ചെയ്തു. അങ്ങനെ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് വരാൻ, ഒരു ലീഗലായിട്ട് നീങ്ങാനും തുടങ്ങി. അപ്പോൾ ഇത് വില്ലേജ് എൽഡേഴ്സൊക്കെ ഇത് വിറ്റ്നസ് ചെയ്തു. ആൻഡ് എൻഷുറിങ് എന്താണ്, മൊസ്റ്റാഷ് ഫ്ലാറ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതായത് മൊസ്റ്റാഷ് ഫ്ലാറ്റാക്കി വെക്കാൻ വേണ്ടി വില്ലേജ് എൽഡേഴ്സ് എല്ലാം കൂടി ഒരു തീരുമാനവും എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, മൊസ്റ്റാഷ് എന്ന് പറയുന്ന ഒരു മെറ്റഫറായിട്ടാണ് നിൽക്കുന്നത് ഇന്ത്യയുടെ റിജിഡ് ആയിട്ടുള്ള ക്ലാസ് സിസ്റ്റത്തിനെ കാണിക്കാൻ വേണ്ടി. അതായത് ഓരോ ക്ലാസ്സുകാർക്കും ഓരോ സ്റ്റേറ്റസ് സിമ്പലാണുള്ളത്. അപ്പോൾ അതിവിടെ സ്റ്റേറ്റസ് സിമ്പൽ മീശയാണെന്ന് മാത്രം. ഹൈ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോബിൾ ക്ലാസ് ആണെങ്കിൽ മാത്രമേ മീശ പിരിച്ച് കിടക്കാവൂ. ഇതൊരു കൊമേഴ്ഷ്യൽ ക്ലാസ്സിൽ ഒരു മണിയിൽ എൻ്റർ മീശ പിരിച്ച് കിടന്നതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഖാൻ അസം ഖാൻ എന്ന് വെച്ചാൽ മൊസ്റ്റാഷിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീം ആയിട്ടുള്ള റിയാക്ഷനാണുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് വെച്ചാൽ അയാളുടെ ഒരു ഓണർ ആൻഡ് പ്രൈഡാണ് ഇയാൾക്ക് ഈ മീശ എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്ഡേറ്റഡ് കസ്റ്റത്തിനെ കുറിച്ചാണ്, അതായത് ആർക്കും ഒരു ഗുണമില്ലാത്ത ഒരു കസ്റ്റത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് വെറുതെ ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. സോ ഒരു ഔട്ട്ഡേറ്റഡ് കസ്റ്റത്തിനെ കുറിച്ചുള്ള ഈ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതും അതിൽ നിന്ന് വരുന്ന രസകരമായ ഔട്ട്കമാണ് ഈ ഒരു സ്റ്റോറി. പിന്നെ രാമാനന്ദ് മണി ലെൻഡറാണ്. അയാൾ ഈ എക്കണോമിക് പവർ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്, ശരിക്കും പറഞ്ഞാൽ മറ്റേ ആളുടെ സ്വത്ത് മൊത്തം അങ്ങ് അടിച്ചെടുക്കുകയും ചെയ്തു മീശയുടെ പേരിൽ, അല്ലേ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മുൾക്ക്രാജ് ആനന്ദ് ഹ്യൂമറും ഐറണിയുമാണ്. അതായത് ഈ റിജിഡ് ആയിട്ടുള്ള ക്ലാസ് ഡിവിഷൻ്റെ ആ ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള നേച്ചറിനെ കളിയാക്കിക്കൊണ്ടാണ് അയാൾ പറയുന്നത്. ഖാൻ അസം ഖാൻ്റെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ മുഗൾ ഡൈനാസ്റ്റിയുടെ ഒരു മെമ്പറാണ്. അതായത് ആ ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് ഇയാൾ. പോവർട്ടിയിലാണ് ജീവിക്കുന്നതെങ്കിലും പ്രൈഡും ട്രഡീഷനും ഭയങ്കരമായിട്ട് ഇയാൾ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് ടൈഗർ മൊസ്റ്റാഷാണ്. അത് അയാളുടെ മുഗൾ എംപയറിൻ്റെ ലോസ്റ്റ് ഗ്ലോറിയാണ് കാണിക്കുന്നത്. വളരെ സ്റ്റബേൺ ആൻഡ് പ്രൗഡാണ്, ഒബ്സസ്ഡ് ആണ്. പിന്നെന്താണ്, എല്ലാ പൊസിഷൻസും അവസാനം എന്ത് ചെയ്യാണ്, ക്ലാസ്സിന് വേണ്ടി ഇയാളുടെ ആ ഒരു ഓണറിന് വേണ്ടിയാണ് ഇയാൾ എല്ലാ പൊസിഷൻസും അയാളുടെ മീശ താക്കാൻ വേണ്ടി എടുത്തു കൊടുത്തത്. സേത് രാമാനന്ദ് വളരെ ഷ്രൂഡായിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള മണി ലെൻഡറും ഗ്രോസറും കൂടിയാണ്.
അയാളെന്ന് വെച്ചാൽ ക്ലവർ ആൻഡ് പ്രാക്ടിക്കലും മാനിപ്പുലേറ്റീവാണ്, വളരെ കണ്ണിങ് ആണ്. അങ്ങനെയല്ലേ ഇയാളെ എല്ലാ സാധനങ്ങളും മറ്റേയാളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എടുത്തത്. വളരെ ഹ്യൂമറസും ആയിട്ടുള്ളൊരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ എൻസപ്പ് അവസാനം എന്താണ് ചെയ്തത്? നമ്മുടെ ഖാൻ അസം ഖാൻ്റെ അഹങ്കാരത്തിനെ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ അവസാനം തോപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ, വെൽത്ത് വെച്ചിട്ട്. ഇപ്പോൾ മുൾക്രാജ് ആനന്ദ് ഈ മൊസ്റ്റാഷ് എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട്, അതായത് ഒരു ട്രിവിയൽ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഒരു സില്ലി ആയിട്ടുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മുടെ ബോഡിയിലെ മൊസ്റ്റാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഈ സോഷ്യൽ സിസ്റ്റവും ക്ലാസ് ഐഡൻറ്റിറ്റിയൊക്കെ എത്രമാത്രം മീനിങ്ലെസ് ആണെന്നും ഹാംഫുൾ ആണെന്നുമാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ആവശ്യമില്ലാത്ത ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റസ് സിമ്പിൾസിലൊക്കെ നമ്മളിങ്ങനെ ക്ലിങ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതുപോലെയുള്ള റിഡിക്കുലസ് ആയിട്ടുള്ള രീതിയിൽ ആളുകൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പ്ലെഡ്ജ് ചെയ്തു, എല്ലാ ബിലോങ്ങിങ്സും പ്ലെഡ്ജ് ചെയ്യുന്നുണ്ട്. ഇയാൾ തന്നെയാണ് പറയുന്നത്, നമ്മുടെ സേത്ത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഇത്രയും ജ്വല്ലറിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ എൻ്റെ മീശ താത്തി വെക്കാമെന്നാണ് ആര് പറയുന്നത്? മണിലെൻഡർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഖാൻ അസം ഖാൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ എല്ലാ വേൾഡ്ലി പൊസിഷൻസും, എൻ്റെ പോട്ട്സ്, എൻ്റെ കലവും പാനും ക്ലോത്ത്സും, ഈവൻ എൻ്റെ വീട് പോലും നിങ്ങളുടെ മൊസ്റ്റാഷ് ഒന്ന് താഴോട്ട് ഇങ്ങനെ ആയിരിക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ വിൽക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആര് പറയുന്നത്? മണിലെൻഡർ പറയുന്നത്. ശരി, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊന്നും അത്രയും വിലയുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എനിക്കങ്ങ് വിൽക്ക്, ഞാനപ്പോൾ എന്ത് ചെയ്യാം, ഈ മൊസ്റ്റാഷിൻ്റെ ടിപ്പ് താഴോട്ടാക്കാമെന്ന് പറഞ്ഞു മണിലെൻഡർ. ഞാനത് ഫ്ലാറ്റാക്കി വെക്കാമെന്ന് ഇയാൾ പറയുവാണ്. അപ്പോൾ അത് ഫെയർ ഇനഫ് ആണെന്ന് നമ്മുടെ വില്ലേജ് എൽഡേഴ്സും ലാൻഡ് ലോഡും ഒക്കെ ഇങ്ങനെ ഇതൊക്കെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ നാട്ടുകാർ. അവരൊരു മരത്തിൻ്റെ കീഴിൽ ഇരുന്ന് ഇവരെല്ലാം ഇങ്ങനെ പറയുവാണ്, അതെന്തായാലും ഫെയർ ഇനഫ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖാൻ അസം ഖാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വാക്ക്, അതായത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോമിസ് കീപ്പ് ചെയ്യോ ഇല്ലയോ എന്ന് എന്താണ് ഉറപ്പെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വില്ലേജ് എൽഡേഴ്സ് പറയുവാണ്, ഒരു കാര്യം ചെയ്ത് നമുക്കൊരു ലീഗൽ ഡീഡ് ഉണ്ടാക്കാം, അത് ഈ മണിലെൻഡറും കൂടി ചേർന്നിട്ടാണ് പറയുന്നത്, എന്നിട്ട് ഈ വില്ലേജ് എൽഡേഴ്സിനെ കൊണ്ട് നമുക്ക് സൈൻ ചെയ്യിപ്പിക്കാം ഈ ട്രീയുടെ കീഴിയിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് അതായത് ആളുകൾ പറയുന്നുണ്ട്, ശരി ഒരു കാര്യം ചെയ്യും, കോടതി വന്നിട്ട് ഞങ്ങൾ വിറ്റ്നസ് ആയിട്ടും വേണമെങ്കിൽ നിൽക്കാം, ഇയാളുടെ മൊസ്റ്റാഷ് ഇയാൾ ഗോഡ് സ്റ്റൈലിൽ വേണം ഇനി വെക്കാൻ, ഇയാളുടെ ക്ലാസ് കൊമേഴ്ഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് ഇയാളൊരു മണി ലെൻഡർ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് ഇയാളുടെ മീശ ഗോട്ട് മീശയായിട്ട്, അതായത് ഗോട്ട് മൊസ്റ്റാഷ് ഇയാൾ വെക്കാൻ പാടുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി വന്ന് ഞങ്ങൾ വിറ്റ്നസ് ആയിട്ട് വേണമെങ്കിൽ പറയാമെന്ന് കുറേ എൽഡേഴ്സ്, വില്ലേജ് എൽഡേഴ്സ് വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞു. അവസാനം പ്രീസ്റ്റ് പറയുവാണ്, അവിടെ ഉള്ളൊരു പ്രീസ്റ്റ് പറയുന്നുണ്ട്, ഇയാളിപ്പോൾ ഈ ഒരു പ്രോമിസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അയാളെ റിലിജണിൽ നിന്ന് തന്നെ പുറത്താക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഖാൻ അസം ഖാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ഒരാൾ ലീഗൽ ഡീഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഒരു പെറ്റീഷൻ റൈറ്ററിനെ കൊണ്ട്. എന്നിട്ട് ഈ ഡോക്യുമെൻ്റ് എന്ത് ചെയ്യാണ്, ഇയാൾ മറ്റേ ആൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫറിങ് എല്ലാ ഹൗസ് ഹോൾഡ് ഗുഡ്സും കാര്യങ്ങളും എല്ലാം 5 എൽഡേഴ്സിൻ്റെ വില്ലേജ് എൽഡേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് സീലടിച്ച് ഇയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മണിലെൻഡർ എന്ത് ചെയ്യുകയാണ്, മസ്റ്റാഷിൻ്റെ 2 ടിപ്സും താഴോട്ടാക്കുവാണ്. ആൻഡ് എന്താണ് ഗോഡ് സ്റ്റൈലിൽ ആക്കി അങ്ങ് റെഡിയാക്കി വെച്ചു. ആൻഡ് ആസ് സൂൺ ആസ് ഖാൻ അസം ഖാൻ എന്താണ് തിരിഞ്ഞങ്ങോട്ട് നടന്ന്, അതായത് തിരിഞ്ഞങ്ങോട്ട് നടക്കുവാണ്. എന്നിട്ട് അടുത്തിരിക്കുന്ന പെസൻസിൻ്റെ അടുത്ത് പറയുവാണ്, ഇയാൾ ഇത്ര അതായത് ഇയാൾ മറ്റേ ആളുടെ മീശ എന്തായാലും താത്തിയല്ലോ, എന്നിട്ട് ഇയാൾ അഹങ്കാരത്തോടു കൂടി ഖാൻ അസം ഖാൻ തിരിച്ച് നടന്നിട്ട് പറയുവാണ്, മൈ ഫാദർ വാസ് എ സുൽത്താൻ എന്ന്. ആൻഡ് എന്താണ് ഈ ഒരു ഖാൻ അസം ഖാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ലാഫ് ടു സീ, അതായത് ഖാൻ അസം ഖാൻ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് കൊടുക്കുവാണ് മൊസ്റ്റാഷിന്. ആസ് ഹി വാക്ക്ഡ് അവേ മെയിൻറ്റെയിനിങ് എന്താണ്, ഞാൻ വെച്ചാൽ ഞാൻ എൻ്റെ കുടുംബം കാത്തു, ഞാൻ എൻ്റെ നോബിൾ ഫാമിലിയുടെ ഇത് കാത്തു, ഞാനൊരു അതായത് ഞാനിപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം വിറ്റെങ്കിലും അവിടെ നിന്ന് ആളുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇയാളെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം വിറ്റെങ്കിലും ഞാൻ ആ മീശയുടെ മഹത്വം കാത്തു, അതായത് എൻ്റെ ആ ഒരു നോബിൾ ഫാമിലിയിൽ ഞങ്ങളുടെ മീശയാണ് ഇങ്ങനെ പൊക്കി വെക്കുക എന്നുള്ളത്, ടൈഗർ മൊസ്റ്റാഷ്. ഞാൻ എന്തായാലും ഈ മണിലെൻഡറിനെ കൊണ്ട് ഗോട്ട് മസ്റ്റാഷ് വെപ്പിച്ചു, ഇനിയിപ്പോൾ എൻ്റെ സാധനങ്ങൾ വിറ്റായാലും ഞാൻ എൻ്റെ ഓണർ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ട്രഡീഷൻ കാത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ മൈ ഫാദർ വാസ് എ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അഹങ്കാരത്തോടുകൂടി മട്ടർ ചെയ്ത് നടന്നത്, അതായത് പിറുപിറുത്തോണ്ട് നടന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ മീശയും പിരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇറങ്ങി നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് മുൾക്രാജ് ആനന്ദ് ഇത്രയാണ് ഉദ്ദേശിച്ചത്. വെറും ഒരു മീശയുടെ പേരിൽ ഒരാൾക്ക് അയാളുടെ സ്വത്ത് മൊത്തം അയാളങ്ങ് മണിലെൻഡറിന് കൊടുത്തു. മണിലെൻഡറിന് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ആവശ്യം. അയാൾക്ക് മീശ പിരിച്ച് വെച്ചാലും മീശ പിരിച്ച് വെച്ചില്ലെങ്കിൽ അയാൾക്ക് പൈസ മതി.
അയാൾ എന്ത് ചെയ്തു, ഇയാളെ കൊണ്ട് ഇയാളെ ബിലോങ്ങിങ്സ് മൊത്തം എടുത്ത് പ്ലെഡ്ജിങ് ചെയ്യിപ്പിച്ചു. ഇയാളെ ശരിക്കും പറഞ്ഞാൽ ഇയാളെയാണ് പൊട്ടനാക്കി വിട്ടത്. ഇയാൾക്ക് അതുപോലും മനസ്സിലാവാതെ ഇയാൾ മർഡർ ചെയ്ത് എൻ്റെ അച്ഛനൊരു സുൽത്താനായിരുന്നു, ഞാൻ എൻ്റെ എല്ലാ ബിലോങ്ങിങ്സും കടം ആക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാം വിറ്റിട്ടും ഞാൻ എൻ്റെ ഫാമിലി ട്രഡീഷൻ, ഒരു മീശയുടെ ട്രഡീഷൻ അങ്ങ് സേവ് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് ഇയാൾ ഒരു മണ്ടനെ പോലെ തിരിച്ച് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സില്ലി ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനൊരു മൊസ്റ്റാഷ് പോലുള്ളൊരു ഫിസിക്കൽ ജസ്റ്റ് ഒരു സില്ലി ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി ആളുകൾ കണ്ടോ ഇത്രയധികം പിന്നെ വയലൻ്റ് ആയിട്ട് മാറുന്നതും എന്താ പറയുന്നത് ഭയങ്കര ഫൂളിഷായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മുടെ മുൽക്ക് രാജ് ആനന്ദ് എന്ത് ചെയ്തത്, കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്.